കോട്ടയം വാകത്താനത്ത് കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രത്തിലിട്ട് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 19-കാരൻ അസം സ്വദേശി ലേമാൻ കിസ്കിനെയാണ് പാണ്ഡിതുരയെ കൊലപ്പെടുത്തിയത്. പ്രതിയെ 2 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൊലപാതകം നടത്തിയ വാകത്താനം തോട്ടക്കാട് റൂട്ടിലെ കോൺക്രീറ്റ് പ്ലാന്റിലും പ്രതി താമസിച്ചിരുന്ന വീട്ടിലുമാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച പുതുപ്പള്ളി കൊട്ടാരത്തിങ്ങൽ കടവിലും പ്രതിയെ എത്തിച്ചു. കൃത്യം നടത്തിയ രീതിയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും പാണ്ഡിതുരൈ പോലീസിന് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു കൊലപാതകം. പ്ലാന്റ് ഓപ്പറേറ്ററായ പാണ്ഡിതുരൈ കോൺക്രീറ്റ് മിക്സർ വൃത്തിയാക്കാൻ ഇറങ്ങിയ യുവാവിനെ മെഷീൻ പ്രവർത്തിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം വേസ്റ്റ് കുഴിക്കുള്ളിൽ താഴ്ത്തി. മുകളിൽ കോൺക്രീറ്റ് മാലിന്യം തള്ളി മൃതദേഹം ഒളിപ്പിക്കാനും പ്രതി ശ്രമിച്ചു. 2 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. തൊഴിൽ സംബന്ധമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. വാകത്താനം പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും കേസിൽ നിർണായകമായി. അതേസമയം പ്രതിക്ക് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചെന്ന ആരോപണം അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞു. യുവാവിനെ കാണാതായെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകാൻ മുന്നിൽ നിന്നത് പ്രതി പാണ്ഡിതുരയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.